നന്മകൾ കാണുന്ന കണ്ണുകളോടെ ജീവിക്കുക. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി അക്കാസ് ബ്ലോഗിലേക്ക് സ്വാഗതം. തന്നിലും സമൂഹത്തിലും നന്മ വേണമെന്നത് ഓരോ വ്യക്തിയുടെയും ആഗ്രഹമായിരിക്കണം. മറ്റുള്ളവരുടെ നന്മകൾ കണ്ടുപിടിച്ച് വളർത്തുകയും അത് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ വികസിപ്പിക്കലുമാണ് ആരോഗ്യമുള്ള സമീപനം. ഓരോ മനുഷ്യനും നന്മയുടെ നിറകുടമാണെന്ന വിശ്വാസത്തിലാണ് നാം ജീവിക്കേണ്ടത്. പിഴവുകളില്ലാത്ത മനുഷ്യരില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, മനുഷ്യൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ സമൂഹം മുഴുവനും ആളുകളുടെ കുറവുകൾ മാത്രം അന്വേഷിക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ അത് തകർച്ചയിലേക്ക് തന്നെ നയിക്കും. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അനുയായികളിൽ എല്ലായ്പ്പോഴും നന്മ കണ്ടുപിടിച്ചു, അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഒരു അനുചരനെ തെറ്റ് സംഭവിച്ചപ്പോൾ അദ്ദേഹത്തെ നിന്ദിക്കാതെ ഉള്ളിൽ നല്ലത് തിരിച്ചറിഞ്ഞു. മദ്യപാനശീലം ഉണ്ടായിരുന്ന ഒരു അനുചരനെ പലവട്ടം ശിക്ഷിക്കേണ്ടി വന്നു. ഒരു ദിവസം കൂട്ടത്തിൽ ആരോ പറഞ്ഞു, അള്ളാഹുവേ, അവനെ ക്ഷമിക്കണമേ. എത്ര തവണയായി ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത്? അത് കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവനെ നിങ്ങൾ ക്ഷമിക്കരുത്. അവനെ ഞാൻ തിരിച്ചറിയുന്നു. അവൻ അള്ളാഹുവിനെയും അവന്റെ ദൂതരെയും സ്നേഹിക്കുന്നുണ്ട്. നോക്കൂ, മദ്യപാനിയുടെയും നന്മ കണ്ടെത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നേതാവ് തന്റെ അനുയായികളിൽ വിശ്വാസം പുലർത്തണം. കുറ്റമന്വേഷിക്കുന്ന കഴുകന്റെ കണ്ണുകളുള്ളവർക്ക് യഥാർത്ഥ നേതൃത്വം സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ഒരിക്കൽ പറഞ്ഞത്, നേതാവ് തന്റെ അനുയായികളെ സംശയിക്കുകയാണെങ്കിൽ അവരെ അവൻ തന്നെ നശിപ്പിക്കും. സമൂഹത്തിൽ കുറ്റങ്ങൾ തിരഞ്ഞു നടക്കുന്നത് കൊണ്ടാണ് വിശ്വാസം നഷ്ടപ്പെടുന്നത്. അപ്പോൾ പഴിചാരലും ആരോപണങ്ങളും വൈരാഗ്യവും മാത്രം ബാക്കിയാകും. അതെല്ലാം പിശാചിന് വേണ്ടിയാണ്. ഒരിക്കൽ പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമസ്കരിക്കുന്നവൻ തന്നെ ആരാധിക്കുമെന്ന പ്രതീക്ഷ ഇബ്ലീസിനില്ല. പക്ഷേ അവർക്കിടയിൽ കലഹം വിതയ്ക്കുന്നതിൽ നിന്ന് ഒരിക്കലും ഇബ്ലീസ് പിന്മാറില്ല. അതുകൊണ്ട് ഓരോരുത്തരുടെയും സ്വകാര്യത, അഭിമാനം, അന്തസ്സ് ഇവ സംരക്ഷിക്കപ്പെടണം. മറ്റൊരാളുടെ രഹസ്യങ്ങളിലേക്ക് ഒളിഞ്ഞു നോക്കാനും അവരെ ജനമധ്യത്തിൽ അപമാനിക്കാനും ഇസ്ലാം അനുവദിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും നോക്കി സമയം കളയാതെ തന്റെ പിഴവുകൾ കണ്ടെത്തി തിരുത്തുന്നവനാണ് ഭാഗ്യവാൻ. അതിനുപരി ഒരു വിശ്വാസിയുടെ കുറ്റം ഒരാൾ മറച്ചു വെച്ചാൽ അള്ളാഹു ഇഹലോകത്തും പരലോകത്തും അവന്റെ കുറ്റങ്ങളും കുറവുകളും മറച്ചു വെക്കും. മറ്റൊരാളിൽ ഒരു ന്യൂനത കണ്ടുപിടിച്ച് മറച്ചു വെച്ചാൽ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ട ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി ജീവൻ നൽകിയതിന് തുല്യമായ പ്രതിഫലം ലഭിക്കും. അതാണ് പ്രവാചകന്റെ പാഠം. നന്മ കാണുന്ന കണ്ണുകളോടെ ജീവിക്കുക.